ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റഷ്യയിൽ MBBS പഠിക്കുന്ന എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ടാക്കുന്ന ഫസ്റ്റ് തന്നെ ബെഡൊക്കെ നന്നായിട്ട് വിരിച്ചിട്ട് മുടിയൊക്കെ ചീവി പ്രാർത്ഥിച്ചിട്ടാണ്. പ്രെയറൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം സ്കിൻ കെയർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ടീ അങ്ങോട്ട് കുടിക്കും. ഗ്രീൻ ടീ എന്ന് പറയുന്ന എൻ്റെ ഇന്നത്തെ ഒരു ഹോൾ ഡേ എനർജി എനിക്ക് തരുന്ന ഒരു സംഭവമാണ്. ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് കഴിക്കും. കാരണം നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ക്ലാസ്സിനും ലെക്ചറിനും ഇടയ്ക്കുള്ളൊരു സമയമാണ്. അതും സമയം കിട്ടിയാൽ മാത്രം. സോ മോസ്റ്റ്ലി ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പോകാൻ ശ്രമിക്കാറുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും. ബിക്കോസ് മേക്കപ്പ് എന്ന് പറയുന്നത് എനിക്കൊരു കോൺഫിഡൻസ് തരുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ക്ലാസ്സിന് ഇറങ്ങും. ഇന്ന് നല്ല തണുപ്പുള്ള ഡേ ആയിരുന്നു. നമ്മൾ ഈ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നാട്ടിൽ മഴ പെയ്യാറില്ലേ, അതുപോലെയാണ് ഇവിടെ മഞ്ഞ് പെയ്യുന്നത്. ഞാൻ ഫ്ലാറ്റിനുള്ളിൽ നോക്കിയപ്പോഴത്തേക്കിനും മഞ്ഞ് വീഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഞങ്ങളുടെ ഫ്ലാറ്റിന് പുറത്തോട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും തൊട്ട് മഞ്ഞ് പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തായാലും പ്രകൃതി പോലെ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകുന്നതിനെതിരെയാണ്. പക്ഷേ എനിക്ക് ക്ലാസ്സിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഗൈനക്കോളജിയാണ്. ലീവ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ പോയി നോക്കാം. ഞാൻ കുറച്ച് ലേറ്റാണ്. ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ക്ലാസ്സിൽ പോയിട്ട് കാണിച്ചു തരാം. കമോൺ. ഇതാണ് എനിക്ക് ക്ലാസ് നടക്കുന്ന ഹോസ്പിറ്റൽ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷൂസൊക്കെ മാറ്റണം. അതുപോലെ നമ്മുടെ കാഷ്വൽ മാറ്റിയിട്ട് സ്ക്രബ് ഇട്ടിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. അടിപൊളി സ്നോഫോളാണ്. എനിക്കിന്ന് 3 മണിക്കാണ് ലെക്ചർ. അപ്പോൾ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ 11 മണിയായിട്ടേ ഉള്ളൂ. വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ ലെക്ചറിന് പോവാന്ന്. ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. എൻ്റെ പൊന്നോ, നടക്കാൻ കൂടെ പറ്റുന്നില്ല. എല്ലാം കൂടെ മോന്തയ്ക്കിട്ട് അടിക്കണം. വലിയ കാര്യത്തിൽ ഞാൻ രാവിലെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രയോജനവും ഇല്ല. ഇന്ന് ഇത്രയും മഞ്ഞ് പെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഇത്രയും ഈ മഞ്ഞിനെ കുറ്റം പറയുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു കേക്കും കഴിച്ചു. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. 1K സബ്സ്ക്രൈബറൊക്കെ ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു മധുരമൊക്കെ ആവാന്ന് വെച്ചിട്ട് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നു. അപ്പം നാളത്തേക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പം ഇരുന്നിട്ട്. അപ്പോൾ ഗൈസ്, എന്തൊക്കെയോ വലിയ കാര്യത്തിൽ വായിച്ചുകൊണ്ട് ഇവിടെ കിടന്നതാണ്. ഉറങ്ങിപ്പോയി. ഭാഗ്യത്തിന് ഞാനൊരു 2 മണിക്ക് അലാം വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇനി റെഡി ആയിട്ട് ലെക്ചറിന് പോകണം. അപ്പോൾ ഗൈസ്, ഞാൻ ലെക്ചറിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. ആക്ച്വലി മനസ്സോടെയാണ് ഞാൻ ഒരുങ്ങുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പോകണമെന്നില്ല. ഭയങ്കര മടി. കാരണം പുറത്ത് ഭയങ്കര സ്നോഫോളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. പക്ഷേ പോയില്ലെങ്കിൽ ഡീൻ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കും. അവസാനം അത് വലിയ പ്രശ്നമാകും. അതിലും നല്ലത് പോകുന്നതാണ്. സോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ലെക്ചറിന് പോകാനായിട്ടുള്ള മടി. അതായത് ഭയങ്കര സ്നോഫോളാണ്. എനിക്ക് ഇവിടുന്ന് ബസ്സില്ല ഇപ്പോൾ ലെക്ചർ നടക്കാൻ പോകുന്ന സ്ഥലത്തോട്ട്. സോ നടന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്നോയിൽ ഈ തണുപ്പത്ത് എനിക്ക് നടന്നു പോകാൻ ഭയങ്കര മടി. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. പക്ഷേ പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതാ പോന്നു. അപ്പോൾ ഈ സ്നോ വന്ന് മുഖത്തോട്ടടിക്കുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണൽ പോലത്തെ ഒരു സാധനം വന്ന് മുഖത്തടിക്കുന്ന പോലത്തെ ഫീലാണ്. എനിക്ക് ശരിക്കും മുഖമൊക്കെ ചെറുതായിട്ട് നോവാറുണ്ട്. അതിലെൻ്റെ കൺപീരിയഡ് അവിടെയൊക്കെ നമുക്കിത് കഴിയുമ്പോഴത്തേനും ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് എനിക്ക് ആക്ച്വലി ലെക്ചറിന് പോകാനായിട്ട് ഭയങ്കര മടി. പിന്നെ എൻ്റെ കൂടെ ഒരു കാറ്റും. ഈ കാറ്റടിക്കുമ്പോൾ സത്യം പറയാലോ ഒരു പറന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. പിന്നെ നടക്കാനും പറ്റത്തില്ല. ഇതെല്ലാം ഓർക്കുമ്പം എനിക്ക് ക്ലാസ്സിനോ ലെക്ചറിനോ ഒന്നും പോകാൻ തോന്നാറില്ല. പക്ഷെ ഇതൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് കെട്ടി ബാഗും പൂട്ടി വന്നത് കൊണ്ട് നമുക്ക് പോയേ പറ്റത്തുള്ളൂ. നമ്മൾ വലിയ കാര്യത്തിൽ ലെക്ചർ റൂമിൽ വന്നു ഗൈസ്. പക്ഷെ നമ്മളെ കയറ്റിയില്ല. ഒരു മുരട്ടമ്മച്ചിയാണ് അതിനകത്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ബിൽഡിങ്ങും അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ വാതിക്ക് കുത്തിയിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി സ്റ്റുഡൻസ് പുറത്തുണ്ട്. ആകെപ്പാടെ 4 പേരുടെ ലെക്ചർ ഹോളിനകത്ത് അമ്മച്ചി 3 പേരെ വെച്ച് ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ ലെക്ചർ കഴിഞ്ഞ് ഇറങ്ങി. അമ്മച്ചി കയറ്റിയില്ല. അവസാനം നമ്മൾ ആദ്യത്തെ ലെക്ചറാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു ഓക്കെ അറ്റൻഡൻസ് ഇടാമെന്ന് പറഞ്ഞ് നമ്മളതിന് പേപ്പറൊക്കെ വാങ്ങിച്ചു. ഇവിടെ അറ്റൻഡൻസ് നമ്മുടെ പേര്, നമ്മുടെ ക്ലാസ്, ഡേറ്റ് ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അമ്മച്ചി അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്.
അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടികളും അവസാനിച്ചു. ക്ലാസ്സും ലെക്ചറും എല്ലാം. ഇപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കടയിൽ കയറി വാങ്ങി. കൂടെ ഒരു സിനബൺ ബണ്ണും ഐസ്ക്രീമും കൂടെ. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒന്ന് പെയർ ചെയ്ത് കഴിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പം വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിശപ്പില്ലാത്തത് കൊണ്ട് ഈ സിനബൺ ബണ്ണും ഐസ്ക്രീമും കൂടെ ഞാൻ അകത്താക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മോസ്റ്റ്ലി ഞാൻ നെക്സ്റ്റ് ഡേ എന്താണോ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് പോകേണ്ടത് അല്ലെ എഴുതിക്കൊണ്ട് പോകേണ്ടത് അതാണ് ഞാൻ ആദ്യം ചെയ്യാറുള്ളത്. അങ്ങനെ അതെല്ലാം ചെയ്ത് ഇടയിൽ കൂടെ ഒരു ബ്രൗണിയും ഐസ്ക്രീമും ഒക്കെ അകത്താക്കി വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചിട്ട് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് കിടക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ അത്രയേ ഉള്ളൂ. ശുഭം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.